മുംബൈയിൽ നാവികസേനയുടെ തോക്കും വെടിയുണ്ടകളും മോഷ്ടിച്ചവർ ഒടുവിൽ പിടിയിലായി. നാവികസേനയിലെ തന്നെ ഒരു അഗ്നിവീറും സഹോദരനുമാണ് പിടിയിലായത്. കൊച്ചിയിലെ നാവികസേനാ കേന്ദ്രത്തിൽ ജോലി ചെയ്തിരുന്നയാളാണ് പിടിയിലായ അഗ്നിവീർ രാകേഷ്. നാവികസേനയ്ക്ക് ആശ്വാസം, മുംബൈ പോലീസിന് അഭിമാനം. നാവികസേനയുടെ തോക്കുമായി മുങ്ങിയവർ തെലങ്കാനയിലെ ആസിഫാബാദിൽ നിന്നാണ് വലയിലായത്. നാവികസേനയിൽ അഗ്നിവീറായി ജോലി ചെയ്യുന്ന രാകേഷ്, സഹോദരൻ ഉമേഷ് എന്നിവരാണ് പ്രതികൾ. മോഷണത്തിന്റെ രീതി വെച്ച് നാവികസേനയുമായി ബന്ധമുള്ളവർ തന്നെയാണ് പ്രതികളെന്ന സൂചന നേരത്തെ തന്നെ കിട്ടിയിരുന്നു. നാവികസേന യൂണിഫോമിലെത്തിയാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ തെറ്റിദ്ധരിപ്പിച്ച് തോക്കുമായി പ്രതികൾ മുങ്ങിയത്. പ്രതി രാകേഷ് 1 വർഷം മുമ്പാണ് അഗ്നിവീറായി നാവികസേനയിൽ ചേർന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ ഈ വർഷം ഫെബ്രുവരി വരെ ഇയാൾ മുംബൈയിൽ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് കൊച്ചിയിലെ നാവികസേനാ കേന്ദ്രത്തിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയെത്തുന്നത്. അവധിയെടുത്ത് സെപ്റ്റംബർ 5-നാണ് മോഷണത്തിനായി മുംബൈയിൽ തിരികെ എത്തിയത്. മുംബൈയിലെ പരിചയം മോഷണത്തിന് ഉപയോഗപ്പെടുത്തി. എന്തിന് തോക്ക് മോഷ്ടിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സ്വദേശമായ തെലങ്കാനയിൽ മദ്യക്കട നടത്തുകയാണ് കൂട്ടുപ്രതി ഉമേഷ്. ശനിയാഴ്ചയാണ് കൊളാബയിലെ നേവി നഗറിൽ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ കബളിപ്പിച്ച് പ്രതികൾ ആയുധവുമായി കടന്നത്. മുംബൈയിലെ LTT റെയിൽവേ സ്റ്റേഷനിൽ ആദ്യം പൂനെയിലേക്കും പിന്നീട് തെലങ്കാനയിലേക്കും ട്രെയിൻ മാർഗം മുങ്ങുകയായിരുന്നു. അതിവേഗം പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞ മുംബൈ പോലീസിനെ വെസ്റ്റേൺ നേവൽ കമാൻഡ് അഭിനന്ദിച്ചു. 24 മുംബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.